കെനിയൻ തീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ദീർഘദൂര ഡ്രൈവറായിരുന്നു കൈങ്കു. ഒരു തൊഴിലാളി എന്ന നിലയിൽ വിശ്വസ്തയോടെയും അർപ്പണബോധത്തോടെയും ജോലി ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ലാമുവിലേക്ക് വാഹനവുമായി പോവുകയായിരുന്ന കൈങ്കുവിനെ അൽ-ഷബാബ് തീവ്രവാദികൾ പതിയിരുന്ന് ആക്രമിച്ചു. വിശദമായ പരിശോധനയിൽ കൈങ്കു ക്രിസ്ത്യാനിയാണെന്ന് കണ്ടെത്തിയതോടെ മതം മാറാൻ നിർബന്ധിതനായി. ഒരു തരത്തിലും സമ്മതിക്കാതിരുന്ന കൈങ്കുവിനെ ഭീകരർ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. ഒരു യുവ കുടുംബമെന്ന നിലയിൽ ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടമാണ്. അവൻ ഞങ്ങളോടൊപ്പം കൂടുതൽ കാലം ഉണ്ടായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ മനുഷ്യന് തടയാൻ കഴിയാത്ത പദ്ധതികൾ ദൈവത്തിനുണ്ടെന്ന് തങ്ങൾ വിശ്വസിക്കുന്നതായി കൈങ്കുവിൻ്റെ വിധവയായ ഭാര്യ മേരി പറയുന്നു. മേരിയെപ്പോലെ നിരവധി യുവതികളാണ് വിശ്വാസത്തിൻ്റെ പേരിൽ വൈധവ്യം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കെനിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എൻ്റെ കുട്ടികൾ എന്ത് കഴിക്കും, അവർ എങ്ങനെ സ്കൂളിൽ പോകും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോവുകയാണെന്ന് 7 കുട്ടികളുടെ അമ്മയായ മറ്റൊരു സ്ത്രീയും പറയുന്നു. കുട്ടികൾ അച്ഛനെ കാണാൻ വേണ്ടി കരയുന്നത് കാണുമ്പോൾ ഹൃദയം തകരുന്നതായും അവർ പങ്കുവയ്ക്കുന്നു. ഇത്തരം സ്ത്രീകളിൽ ഭൂരിഭാഗവും വർദ്ധിച്ച മാനസിക ആഘാതവും വിഷാദവും അനുഭവിക്കുന്നവരാണ്. ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതിന് ശേഷം കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ ചുമലിൽ വീണതിനാൽ അവരുടെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണെന്ന് പ്രദേശത്ത് സേവനം ചെയ്യുന്ന ക്രിസ്ത്യൻ സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന പിന്തുണയിലാണ് വിധവകൾ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും എന്നാൽ ജീവിതത്തിലെ നഷ്ടങ്ങൾ നികത്താൻ ആർക്കും ആവുകയില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ദുരിത ജീവിതം തള്ളി നീക്കുന്ന വിധവകൾ ഇവിടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. എങ്കിലും ഇവരുടെ വിശ്വാസ ജീവിതത്തിന് വിള്ളൽ വീഴ്ത്താൻ ഇത്തരം ദുരന്തങ്ങൾക്കൊന്നും കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.